സ്ക്രീൻ ഷെയർ. മാം ഇനി ഷെയർ ചെയ്യാൻ പറ്റുണ്ടോ? ഓക്കെ. ഓക്കെ ആണോ? യെസ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഷിയാണ്. ഞാൻ മുമ്പ് ഒരു ദിവസം ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമുക്ക് വരാന്ന് പറഞ്ഞിരുന്ന മാം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞെത്താനായിട്ട്. അപ്പോ ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്തതാണ്. വലിയ പ്രിപ്പറേഷൻ ഒന്നും ആയിട്ടല്ല. അപ്പൊ എല്ലാരും എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം. അപ്പോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു ടോപ്പിക് ജീവിത നിലവാരം ഉയർത്തുന്ന മൈക്രോ ഹാബിറ്റ്സ്. 2 minutes habit that transform your life. നമ്മുടെ ലക്ഷ്യങ്ങൾ എന്ത് തന്നെയായാലും ഓരോ ദിവസവും മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു തെളിയിക്കപ്പെട്ടിട്ടുള്ള ചട്ടക്കൂട് ജെയിംസ് ക്ലെയറിന്റെ ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. ശീലങ്ങൾ രൂപീകരിക്കുന്നതിൽ ലോകത്തെ മുൻനിര വിദഗ്ധരിൽ ഒരാളായിട്ടുള്ള ജെയിംസ് ക്ലെയർ നല്ല ശീലങ്ങൾ എങ്ങനെ രൂപപ്പെടുത്താമെന്നും മോശമായവ തകർക്കാമെന്നും ശ്രദ്ധേയമായ ഫലങ്ങളിലേക്ക് നയിക്കുന്ന ചെറിയ പെരുമാറ്റങ്ങളിൽ പ്രാവീണ്യം നേടാമെന്നും കൃത്യമായി ആ ഒരു ബുക്കില് പറയുന്നുണ്ട്. നിങ്ങളുടെ ശീലങ്ങൾ മാറ്റുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്നം നിങ്ങളുടേതല്ല, പ്രശ്നം നിങ്ങളുടെ സംവിധാനമാണ്. മോശം ശീലങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് നിങ്ങൾക്ക് മാറ്റത്തിനുള്ള തെറ്റായ സംവിധാനം ഉള്ളതുകൊണ്ടാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ തലത്തിലേക്ക് നിങ്ങൾ ഉയരുന്നില്ല, നിങ്ങളുടെ തലത്തിലേക്ക് നിങ്ങൾ വീഴുന്നു. ഇവിടെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു തെളിയിക്കപ്പെട്ടിട്ടുള്ള സംവിധാനം ലഭിക്കുന്നുണ്ട് ഈ ഒരു ഹാബിറ്റ്സ് നമ്മൾ ശീലമാക്കുമ്പോൾ. സങ്കീർണമായിട്ടുള്ള വിഷയങ്ങൾ ദൈനംദിന ജീവിതത്തിലും ജോലിയിലും എളുപ്പത്തിൽ പ്രയോഗിക്കാൻ കഴിയുന്ന ലളിതമായ പെരുമാറ്റ രീതിയിലേക്ക് മാറ്റിയെടുക്കാവുന്ന കഴിവിന് ക്ലെയർ പ്രശസ്തനാണ്. ഇവിടെ ജീവശാസ്ത്രം, മനഃശാസ്ത്രം, ന്യൂറോ സയൻസ് എന്നിവയിൽ നിന്നുള്ള ഏറ്റവും തെളിയിക്കപ്പെട്ടിട്ടുള്ള ആശയങ്ങൾ അദ്ദേഹം കാണിക്കുന്നുണ്ട് അതില്. നല്ല ശീലങ്ങൾ ഒഴിവാക്കാനാവാത്തതും ചീത്ത ശീലങ്ങൾ അസാധ്യമാകുന്നതിന് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു ഗൈഡ് സൃഷ്ടിക്കുന്നുണ്ട്. ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാക്കള്, അവാർഡ് നേടിയ കലാകാരന്മാര്, ബിസിനസ് നേതാക്കള്, ജീവൻ രക്ഷിക്കുന്ന ഫിസിഷ്യന്മാര്, ചെറിയ ശീലങ്ങളുടെ ശാസ്ത്രം ഉപയോഗിച്ച് തങ്ങളുടെ മേഖലയിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള താരങ്ങളിൽ നിന്നുള്ള യഥാർത്ഥ കഥകള് വായനക്കാർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവും. അപ്പോ ജീവിത നിലവാരം ഉയർത്തുന്ന മൈക്രോ ഹാബിറ്റ്സ്, അത് ഒരു ദിവസത്തില് 1% നമ്മൾ ഇംപ്രൂവ് ആവുന്നുണ്ടെങ്കിൽ ഒരു വർഷത്തില് 37.78% ടൈംസ് ബെറ്റർ ആവുമെന്നാണ് ജെയിംസ് ക്ലെയറിന്റെ ആറ്റോമിക് ഹാബിറ്റ് എന്ന ബുക്കിൽ പറയുന്നത്. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഹാബിറ്റ് ആണ് നമ്മുടെ ഭയങ്കര മാസീവ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ തരുന്നത്. അങ്ങനെ വലിയ ചേഞ്ചസ് ഉണ്ടാവുന്ന 2 minutes കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില കുഞ്ഞു കുഞ്ഞു ഹാബിറ്റ്സ്, എന്നാൽ പവർഫുൾ ആയിട്ടുള്ള ഒരു 5 മൈക്രോ ഹാബിറ്റിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോ ഇവിടെ പറയുന്നത്. ഒരുപാട് ഹാബിറ്റ്സ് ഉണ്ട്. അത് നമ്മൾക്ക് ഓരോ ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹാബിറ്റ്സ് നമ്മൾക്ക് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്.
അതായത് നമ്മൾ ലൈഫിൽ കുറേ കാര്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാറുണ്ട് അല്ലെ? പക്ഷെ നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുന്നതിലും നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പോ ചെറിയ ചെറിയ ശീലങ്ങള് വലിയ വലിയ ചേഞ്ചസ് ഉണ്ടാക്കുന്നാണ് പറയുന്നത്. അപ്പോ അതിലുള്ള ഒരു കാര്യം, മേക്ക് യുവർ ബെഡ് ഇൻ ദ മോർണിംഗ്. അതായത് രാവിലെ തന്നെ ബെഡ്ഷീറ്റ് നീറ്റായിട്ട് ബെഡ് വിരിച്ചിടുന്നത് ഫസ്റ്റ് ടാസ്ക് ഓഫ് ദ ഡേ ആയിട്ട് ഇതിനെ കണക്കാക്കാം. ബെഡ് വിരിക്കുമ്പോൾ അതൊരു ചെറിയ കാര്യമാണ് അല്ലേ, ബെഡ് വിരിക്കാന്നുള്ളത്. അപ്പൊ ബെഡ് വിരിക്കുമ്പോൾ ഒരു സെൻസ് അക്കംപ്ലിഷ്മെന്റ് നമുക്ക് ഉണ്ടാവുകയും ആ ദിവസം ഫുൾ ഇന്റൻഷനൽ ആയിട്ടും പ്രൊഡക്റ്റീവ് ആയിട്ടും കൊണ്ടുപോകാനായിട്ട് കഴിയും. ചാൾസ് ഡൂഹിഗിന്റെ ദ പവർ ഓഫ് ഹാബിറ്റ് എന്ന ബുക്കില് കീസ്റ്റോൺ ഹാബിറ്റ് തിയറിയിൽ ഇത് പറയുന്നുണ്ട്. ഒരു ഗുഡ് ഹാബിറ്റിനെ കുറിച്ച്, ഗുഡ് ഹാബിറ്റ് കുറെ പോസിറ്റീവ് ബിഹേവിയേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഒരു സക്സസ് മൊമെന്റിന്റെ എഫക്റ്റ് ആയിട്ടുള്ള ഇതിനെ കണക്കാക്കാം. അതായത് ബെഡ് സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ചെറിയ കാര്യമാണെന്നുണ്ടെങ്കിലും നല്ലൊരു സക്സസിനും പ്രൊഡക്ടിവിറ്റിക്കും നല്ല പോസിറ്റീവ് ഫീലിങ്ങിനും ഒക്കെ അത് ഹെൽപ്പ് ആവുന്നുണ്ട്. നല്ല ഫ്രഷ് തോട്ട് ഉണ്ടാവും. ഇത് നല്ലൊരു ഹാബിറ്റ് ആണ്. ഇപ്പൊ കുട്ടികളിലൊക്കെ നമുക്ക് ശീലിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ഹാബിറ്റ് ആണത് അല്ലെ? പലപ്പോഴും നമ്മൾ ആയിരിക്കും ഫസ്റ്റ് എഴുന്നേൽക്കുക വീട്ടില്. അപ്പോ ചിലപ്പോ ആ ബെഡില് കുട്ടികളോ ഹസ്ബൻഡോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരിലും ആ ഒരു ശീലം ഉണ്ടെങ്കിൽ അത് ചെയ്ത് കാണുമ്പോ, ഇപ്പൊ നമ്മള് എഴുന്നേറ്റ് നമ്മളുടേതായ തിരക്കുകളിലേക്ക് വന്നു, പിന്നെ നമ്മള് ഈ ഒരു ക്ലീനിങ്ങിനൊക്കെ ഇറങ്ങുമ്പോഴായിരിക്കും ഇതിനൊക്കെ നോക്കുക. അപ്പോ അവരിലും അത് ശീലിപ്പിച്ചെടുത്താൽ അവർക്കും അത് നല്ലതാണ്. ഇത് കാണുമ്പോൾ നമുക്കും ഒരു നല്ലൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. അടുത്തതാണ് ഹൈഡ്രേറ്റ്, വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്നത് നമുക്കറിയാം അല്ലെ, എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. ഫിസിക്കൽ ഹെൽത്തിനും വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് മെന്റൽ ഹെൽത്തിനും. നല്ല മൂഡ് ഉണ്ടാവാനും കോൺസെൻട്രേഷൻ, ഫോക്കസ്, ബ്രെയിൻ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യാനൊക്കെ വെള്ളം കുടിക്കുന്നത് ആവശ്യമാണ്. പലപ്പോഴും പലർക്കും മടിയാണ് അല്ലെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നുള്ളത്. ആരും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് കാണാറില്ല. പിന്നെ എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ വരുമ്പോഴോ ആയിരിക്കും നമ്മൾ വെള്ളം കുടിക്കുന്നില്ല എന്നല്ല, നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് ഒരു കണക്കുണ്ട് എന്ന് പറയില്ല, ഒരു ദിവസം എത്ര വെള്ളം കുടിക്കണം എന്നുള്ളതൊക്കെ. അപ്പോ നമ്മൾ കൂടുതൽ ആ ഒരു ഭാഗം ഉണ്ട് എന്നുള്ളത് ചിന്തിക്കുക. പലപ്പോഴും കണ്ടുവരുന്നത് ഇപ്പൊ കുട്ടികളൊക്കെ ആയാലും സ്കൂളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കൽ കുറവാണ്. അങ്ങനെ ഇന്റൻഷനലി വെള്ളം കുടിക്കുന്നത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മെന്റൽ ഹെൽത്തിനും വളരെ വ്യത്യാസം ഉണ്ടാവുന്നതാണ്. വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ നല്ല രീതിയിൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാവുകയും ബ്രെയിനിലേക്ക് നല്ല രീതിയിൽ ഓക്സിജൻ സപ്ലൈ ഉണ്ടാവുകയും ഇത് നമുക്ക് നല്ല എനർജി ലെവൽ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. നല്ല ഫോക്കസോടെയും നല്ല മെമ്മറിയോടെയും നല്ല എനർജി ലെവലിലൊക്കെ നമുക്ക് ഫങ്ഷൻ ചെയ്യുന്നതിനായിട്ട് വെള്ളം കുടിക്കുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ നമ്മൾക്ക് എഴുന്നേറ്റ ഉടനെ തന്നെ 1-2 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ഒരു ശീലമാക്കാം. പിന്നെ ഈ വെള്ളം കുടിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോ പറയുന്ന പോലെ, കണക്കുകൾ പറയുന്ന പോലെ ഒരു ദിവസം ഇത്ര ലിറ്റർ വെള്ളം കുടിക്കാം എന്നുള്ളത് നമ്മളുടെ ഒരു റുട്ടീനിൽ കൊണ്ടുവരാം. അടുത്തൊരു കാര്യം, ഫോളോ ദ 2 minute റൂൾ. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി ടെക്നിക് ആണിത്. ഡേവിഡ് ഏവൽ എന്ന വ്യക്തിയാണ് ഇത് കൊണ്ടുവന്നത്. 2 മിനിറ്റിലോ അതിൽ കുറവോ ഉള്ള ടാസ്കുകൾ പിന്നീടത്തേക്ക് മാറ്റി വെക്കാതെ അപ്പൊ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം.
അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ? നമുക്ക് നമ്മൾ സാധാരണ ചെയ്ത് വരുന്ന എല്ലാ ജോലികളിലും ഉണ്ടാവും. ചെറിയൊരു കാര്യമായിരിക്കും അത് ഫുൾ ആവാൻ അല്ലെങ്കിൽ ഫിനിഷ് ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്തരം കാര്യങ്ങള് നമ്മള് സമയക്കുറവ് കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ മാറ്റി വെക്കുക. അപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ടേബിൾ ഒതുക്കി വെക്കുന്നത്, അല്ലെങ്കിൽ മെയിൽ അയക്കുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് വളരെ ചെറിയ ടൈം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് പിന്നീട് ചെയ്യാന്ന് പറഞ്ഞ് മാറ്റി വെക്കാതെ അത് വലിയൊരു ടാസ്ക് ആയിട്ട് കാണാതെ കൈയോടെ ചെയ്യാന്നുള്ളതാണ്. ഇത് ഒരുപാട് മെന്റൽ ക്ലാരിറ്റി തരും. ഫിനിഷ് ആവാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഇപ്പൊ നമ്മള് ഇപ്പോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പൊ ടേബിളൊക്കെ നമ്മള് ക്ലീൻ ചെയ്തിടൂലേ? അപ്പൊ ചില സമയത്ത് നമ്മൾ വിചാരിക്കും പാത്രങ്ങൾ കഴുകി കഴിഞ്ഞിട്ട് അത് ചെയ്യാന്ന്. പക്ഷെ അതിനേക്കാളും നമ്മൾ ആ ടേബിൾ അപ്പൊ തന്നെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുണ്ടാവും ടേബിൾ തുടച്ചിട്ടില്ലല്ലോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്തിട്ടില്ലല്ലോ. നമ്മുടെ ബ്രെയിന് ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കും. അത് ചെയ്തിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പൊ തന്നെ ചെയ്യാം. അടുത്തത് വരുന്നത് റൈറ്റ് സിമ്പിൾ ടു ഡു ലിസ്റ്റ് എവറി ഡേ. നമ്മുടെ ടു ഡു ലിസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഒരു ദിവസം ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ലേ നമുക്ക്? അത് എല്ലാം നമുക്ക് ഫുള്ള് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു നിരാശ വരും. അത് ചെയ്തിട്ടില്ലല്ലോ. ചിലപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കുഞ്ഞു കാര്യങ്ങളായിരിക്കാം. പക്ഷെ അത് ചെയ്യണം. അപ്പോ ചിലപ്പോൾ വിട്ടുപോവാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങള്. അപ്പോ ഒരു ദിവസം ഫോക്കസ് ചെയ്യാനായിട്ടുള്ള 3 കാര്യങ്ങൾ എഴുതി വെക്കുക. നമ്മള് ഒരു ദിവസം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. നമുക്ക് ചെയ്യാനുള്ള ടാസ്കുകള്, ഐഡിയാസ്, പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങള്, പിന്നെ വീട്ടിലും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആഹ് അത്തരം ടാസ്കുകള് ബ്രെയിനിൽ ഡംപായിട്ട് നമുക്കൊരു ഒരു ഓർഡർ ഉണ്ടാവില്ല. അപ്പോ ഒരു ഡയറിയോ അല്ലെങ്കിൽ ഒരു ബുക്കൊക്കെ എടുത്തിട്ട് ഇവിടെ ഒരു ദിവസത്തില് പ്രയോറിറ്റൈസ് ചെയ്യേണ്ട 2, 3 കാര്യങ്ങൾ എഴുതി വെക്കുക. പ്രത്യേകമായിട്ട് എഴുതി വെക്കുക. അപ്പൊ അതില് ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ കുറച്ച് ടാസ്ക് ആയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് കൃത്യമായിട്ട് ഫിനിഷ് ചെയ്തതിന് മാത്രം അടുത്തതിലേക്ക് കടക്കുക. അടുത്തത് റൈറ്റ് ഓൺ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. ഗ്രാറ്റിറ്റ്യൂഡ് അറിയാം, ജേർണൽ എഴുതുന്നതിനെ കുറിച്ച് നമുക്കറിയാം അല്ലേ? അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ആണ്. ഇത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ ശരീരത്തിനും മനസ്സിനും ബെനിഫിറ്റ് ഉണ്ടാവും. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ദിവസം സംഭവിച്ചിട്ടുള്ള ഒരു 3 നല്ല കാര്യങ്ങൾ എഴുതി വെക്കുക. അല്ലെങ്കിൽ ജനറൽ ആയിട്ട് നമുക്ക് നമ്മൾ ചെയ്ത അല്ലെങ്കിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള തോന്നുന്ന ഒരു 3 കാര്യങ്ങൾ എഴുതാം. എന്ത് വേണമെങ്കിലും നമുക്ക് ജേർണലായിട്ട് എഴുതാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ ഫോക്കസ് നല്ല പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇനിയും ഒരുപാട് ഹാബിറ്റ്സ് ഉണ്ട്. നമ്മൾ ഓരോന്ന് ചെയ്യുക, അത് ശീലമാക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പുതിയ പുതിയ കാര്യങ്ങളും കൂടെ നമ്മളുടെ ആ ഒരു റുട്ടീനിൽ ഉൾപ്പെടുത്തുക. ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും അതില് നമ്മൾ ആ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു സന്തോഷം കണ്ടെത്തുക. അത് ഫീൽ ചെയ്തിട്ട് ചെയ്യുക. അപ്പോ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ മാത്രമല്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ മേജർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുന്ന, വളരെ നല്ല രീതിയിൽ ലൈഫിന് ക്വാളിറ്റി ഉണ്ടാക്കുന്ന, ജീവിത നിലവാരം ഉയർത്തുന്ന ഒരു 5 മൈക്രോ ഹാബിറ്റ്സ് ആണ് ഇതെല്ലാം. ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് ദിവസം, ഒരു 21 ഡേയ്സോ ഒക്കെ കുറഞ്ഞത് ചെയ്ത് പ്രാക്ടീസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ഒരു ജീവിത രീതിയായിട്ട് അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് ആയിട്ട് മാറും.
ഇതുപോലെ ഓരോ ദിവസവും നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസം ഒരു പുതിയ കാര്യം ചെയ്യുന്നതിലൂടെ നമുക്കാണ് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള ഈ കുഞ്ഞു കുഞ്ഞു ഹാബിറ്റ്സ് നമ്മൾ ശീലാക്കാനായിട്ട് നോക്കാം. താങ്ക് യു. ഹലോ. താങ്ക് യു മാം. മാം ഇതുപോലെ ചെറിയ ഹാബിറ്റ്സ് എല്ലാവരും ചെയ്യുന്നുണ്ടാവും അല്ലെ, ശീലമാക്കിയിട്ട്. അപ്പോ ഇതില് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാത്ത എന്തെങ്കിലും ശീലങ്ങൾ ആരെങ്കിലും ചെയ്യുന്നവരൊക്കെ ഉണ്ടോ? സ്ഥിരമായിട്ട് നല്ലൊരു ഹാബിറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ. റീഡിങ് ഇതിലുണ്ടോ? എന്താണ്? റീഡിങ് റീഡിങ്. മാം ഞാൻ പിന്നെ മാം ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ, ഈ ഒരു 5 മൈക്രോ ഹാബിറ്റ്സ് ശരിക്കും ഞാനൊക്കെ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നൊരു കാര്യമാണ്. ഇപ്പോ മാം പറഞ്ഞല്ലോ വെള്ളം കുടിക്കുന്ന കാര്യം. അത് പിന്നെ എണീറ്റ ഉടനെ തന്നെ വെള്ളം കുടിക്കുന്ന ഒരു പതിവ് എനിക്കുണ്ട്. ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കും, പക്ഷെ പിന്നീട് ആണ് കുറച്ച് കൂടുതൽ കുടിക്കാൻ തുടങ്ങിയത്. ഒരു ദിവസം ചുരുങ്ങിയത് നമ്മളൊരു 8 ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നാണല്ലോ. അതിൽ കൂടുതൽ, അതായത് ശരിക്കും നമ്മളെ വെയിറ്റിന്റെ എത്രയാണോ അതിന്റെ ഒരു ഇത്ര കണ്ടിട്ട് നമ്മൾ കുടിക്കണം എന്നാണ് പറയാ. അപ്പൊ അതിലൊരു ശീലം വന്നത് എന്താന്ന് വെച്ചാല്, ഞാനൊരു അംഗൻവാടി ടീച്ചർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അംഗൻവാടി തന്നെ തയ്യാറാക്കാം. പക്ഷെ എന്താന്ന് വെച്ചാല് വെള്ളം നമ്മളവിടെ അടുക്കളക്കകത്ത് ഉണ്ടെങ്കിലും അത് നമ്മള് കുടിക്കാൻ ദാഹിക്കുമ്പോൾ മാത്രമേ കുടിക്കാൻ പോകുന്നുള്ളൂ. അപ്പോ നമ്മുടെ അത്രയും വെള്ളം നമുക്ക് കിട്ടുന്നില്ല. അപ്പോ ഞാൻ എടുത്തൊരു കാര്യം എന്താന്ന് വെച്ചാല്, വീട്ടിൽ നിന്ന് വെള്ളം ബോട്ടിൽ കൊണ്ടുപോകാൻ തുടങ്ങി. നമ്മൾ മേശപ്പുറത്ത് ആ വെള്ള ബോട്ടിൽ വെക്കുമ്പോൾ എന്തായാലും നമ്മൾ ആ ബോട്ടിൽ കാണുമ്പോൾ വെള്ളം കുടിക്കാൻ തുടങ്ങും. അപ്പൊ അതോടുകൂടി ഒരു ദിവസം നമുക്ക് വേണ്ട, ഞാനൊരു 2 ലിറ്റർ വെള്ളം ദിവസം എന്തായാലും കുടിക്കാറുണ്ട്. ആ വെള്ളം കൂടി ഒരു ശീലമായി വന്നു എന്നുള്ളത്. അപ്പം എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, ഈ ബോട്ടിൽ ഞാൻ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അത്രയും വെള്ളം ഞാൻ കുടിക്കൂല. വെള്ളം അവിടെ ഉണ്ടെങ്കിലും നമ്മൾ അതിന് അത്ര തന്നെ. അപ്പൊ അത് ഞാൻ ഇപ്പം ഉണ്ടാക്കിയെടുത്ത വലിയൊരു ശീലം തന്നെയാണ്. പിന്നെ ബെഡ്ഷീറ്റ് വിരിക്കുന്നതും, അത് ഇവിടെ ആയാലും ഇപ്പൊ നമ്മൾ അംഗൻവാടിയിലായാലും തന്നെ മക്കൾക്ക് ബെഡ് ഉണ്ട്, വിരിച്ചു കൊടുക്കണം. അത് നല്ല രീതിയിൽ വിരിക്കാനും അതൊക്കെ മക്കളെ ശീലിപ്പിച്ചെടുത്തു. അപ്പൊ അവര് നമ്മളെ കൂടെ അത് സഹായിക്കും നല്ല വൃത്തിയായിട്ട് വിരിക്കാനും. എണീറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ അവരത് മടക്കി വെക്കാനും, അതിൽ വിരിച്ച ബെഡ്ഷീറ്റൊക്കെ നമുക്ക് മടക്കി കൃത്യമായിട്ട് തരാനൊക്കെ അവരും അത് പഠിച്ചെടുത്തു എന്നുള്ളതാണ്. അപ്പോ അമ്മമാര് പറയുന്നത് ഈ കുഞ്ഞു ശീലങ്ങളൊക്കെ വീട്ടിൽ അവർ ചെയ്യാറുണ്ട്. ബെഡ്ഷീറ്റൊക്കെ അവർക്ക് പറ്റുന്ന രീതിയിൽ മടക്കുന്നു. പിന്നീട് അമ്മമാര് മാറ്റി കൊടുത്ത വൃത്തിയായിട്ട് വെച്ചാലും അങ്ങനെ ഒരു ശീലം എണീറ്റ് വരുമ്പം അവരുണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. അപ്പോ ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞു നമ്മുടെ ആ ശീലങ്ങളൊക്കെ നമ്മളെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുമ്പോൾ അത് ശരിക്കും വലിയൊരു, എന്താ പറയാ, നമുക്ക് തന്നെ വലിയൊരു ഉന്മേഷം തരും എന്നുള്ളൊരു കാര്യം കൂടുതലൊരു അറിവായി. അപ്പൊ താങ്ക് യു മാം. ഇതിൽ പറഞ്ഞ 5 കാര്യങ്ങളും ഞാനും ശരിക്കും എന്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. താങ്ക് യു മാം. താങ്ക് യു മാം. എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത്. നമ്മൾ വിചാരിക്കും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ലേ എന്നുള്ളത്. ഇപ്പൊ മാം പറഞ്ഞ പോലെ തന്നെ വെള്ളം കുടിയുടെ കാര്യത്തില് നമ്മൾ ദാഹിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുമ്പോഴോ ആയിരിക്കും അല്ലെ കൂടുതൽ വെള്ളം കുടിക്കുക എന്നുള്ള ഒരു ഇത് വരിക. പക്ഷെ നമ്മൾ ഇടക്ക് വെള്ളം കുടിക്കുമ്പോ അതിൻ്റെതായ ഗുണങ്ങൾ നമ്മള് ശരീരത്തിനും മനസ്സിനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ശരിക്കും ഇപ്പോ നമ്മ ഈ ഒരു എത്രത്തോളം ഉണ്ട് ഈ വെള്ളം കുടിക്കുന്നതിന്റെ, നമുക്ക് എല്ലാവർക്കും അറിയാം വെള്ളം കുടിക്കേണ്ടതാണ്, അത്യാവശ്യമാണെന്നുള്ളതൊക്കെ അറിയാമെങ്കിലും അത് ആ ഒരു ബോധത്തോടു കൂടെ നമ്മളത് ചെയ്യും, ഇന്റൻഷനോട് കൂടി നമ്മളത് ചെയ്യുമ്പോൾ നമുക്കത് നല്ലൊരു കുടിക്കുമ്പോ തന്നെ അങ്ങനെ ഒരു ഫീൽ ആയിരിക്കില്ലേ മനസ്സിൽ ആദ്യം വരാ. നമ്മളുടെ ഒരു എനർജി ലെവൽ കൂട്ടുന്നതും ഒരു പോസിറ്റിവിറ്റി ആയിട്ട് നമുക്ക് തോന്നും. അപ്പൊ അതുപോലെ ഫീൽ ചെയ്തിട്ട് എല്ലാം ചെയ്യാം. ഇപ്പൊ മാം പറഞ്ഞ പോലെ തന്നെ ബെഡ് വിരിച്ചിടുന്ന കാര്യം ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു കാര്യമാണ്. അപ്പൊ അത് നമ്മൾ ആ ടൈമിൽ ചെയ്യാണ്ട് ഇരുന്നിട്ട് പിന്നെ നമ്മൾ ചിലപ്പോ വീട് ക്ലീൻ ചെയ്യുന്ന സമയത്തായിരിക്കും അതിലേക്കൊക്കെ വരാം അല്ലെ.
നമ്മള് തിരക്കുകളൊക്കെ കുറഞ്ഞ് ഇപ്പൊ അടിച്ചു വാരാനോ അങ്ങനെയൊക്കെ വരുമ്പോഴായിരിക്കാം. അപ്പൊ നമുക്ക് ആ ഒരു റൂം കാണുമ്പോ തന്നെ ഒരു അസ്വസ്ഥതല്ലേ, അതൊരു വലിയ ഇനി അതൊക്കെ ചെയ്യണല്ലോ എന്നുള്ളൊരു എണ്ണത്തിൽ കൂടുന്ന ഒരു പണിയായിട്ടൊക്കെ തോന്നും. ആ സമയത്ത് അതൊരു നീറ്റായിട്ട് കാണുമ്പോൾ നമുക്ക് ഒരു ഒരു പ്രത്യേകത ഉണ്ടാവും അല്ലേ? അത് അങ്ങനെ കാണുമ്പോ പടക്കി ഒതുക്കിയൊക്കെ വെച്ചിട്ട് വലിച്ചു വാരിയിട്ടതിനേക്കാളിലും ഇപ്പൊ കുട്ടികളൊക്കെ സ്കൂളിൽ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഒക്കെ അവിടെ ഇങ്ങനെ വലിച്ചു വാരി ഇട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഇറിറ്റേഷൻ ഒക്കെ വരും. ആ സ്ഥാനത്ത് അത് അവര് തന്നെ കൈയോടെ എടുത്ത് വെച്ച് കാണുമ്പോ ഒരു സന്തോഷല്ലേ? അതുപോലെയാണ് കുഞ്ഞു കുഞ്ഞു ഹാബിറ്റ്സ് ഒക്കെ നമ്മൾ ശീലാക്കുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ നമ്മളിൽ വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് ഫീൽ ചെയ്തും കൂടെ ചെയ്യുമ്പോൾ അതില് നമുക്കൊരു നല്ലൊരു ഹാപ്പിനെസ് കിട്ടും, ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും. താങ്ക് യു മാം. ഇതില് ഡു എ 5 minutes ബ്രെയിൻ ഡംപ് എന്ന് പറഞ്ഞൊരു പോയിന്റ് പറയുന്നുണ്ട്. അതൊന്ന് ഷോർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ബ്രെയിൻ ഡംപ് ആവാന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് തിരക്ക് പിടിച്ചിട്ടായിരിക്കും നമ്മളെ ഡെയിലി റുട്ടീനിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. വലുതായിട്ടുള്ളതും ചെറുതായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ പ്രൊഫഷണലായാലും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ. അപ്പൊ അത് നമുക്ക് ചിലപ്പോ ചില ദിവസങ്ങളൊക്കെ നമുക്ക് ഭയങ്കര തിരക്ക് പിടിച്ച ദിവസങ്ങളായിരിക്കും. അപ്പൊ അതാണ് ബ്രെയിൻ ഡംപ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ചിലപ്പോ ചെറിയ കാര്യങ്ങളിൽ ആണെങ്കിലും അതൊരു ചിലപ്പോ ഒരു ഫോൺ കോൾ ചെയ്യാനുണ്ടാവും അത്യാവശ്യമായിട്ട്. അത് വലിയൊരു പണിയൊന്നുമില്ല. ആ ഒരു ടൈമിൽ നമ്മൾ വിട്ടു പോവണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൾ ആണെന്നുണ്ടെങ്കിൽ അത് വിട്ടുപോയി കഴിഞ്ഞാല് അതൊരു ഡംപ് ആയില്ലേ. പക്ഷെ നമുക്കത് ചെയ്യാൻ വേണം. അപ്പൊ അതുപോലെ തന്നെ വലിയ കാര്യങ്ങൾ ഉണ്ടാവും, വലിയ എന്തെങ്കിലും ഒരു ടാസ്ക് ഉണ്ടാവും. അപ്പൊ നമ്മളുടെ തിരക്കുകളുടെ ഇടയിൽ അത് ഏത് സമയത്ത് അത് ചെയ്യും എന്നുള്ള കുറെ അങ്ങനെ ഉണ്ടാവും. ചില ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ ഭയങ്കര ഡിസ്റ്റർബ് ആയിട്ടുള്ള ഒരു ഇതുണ്ടാവും. ചിലപ്പോ നമ്മുടെ ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ തിരക്ക് പിടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അപ്പോഴും ഉണ്ടാവും ഒരു എല്ലാ കാര്യങ്ങളിലും ഒരു തിരക്ക് അല്ലെ. ഇപ്പൊ നമ്മൾ നേരം വൈകി എഴുന്നേറ്റു, തിരക്ക് പിടിച്ച് പണികളൊക്കെ എടുത്തു, ഇപ്പൊ ഓഫീസിലൊക്കെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടുന്നേ തുടങ്ങും ഒരു തിരക്ക്. അപ്പൊ തന്നെ നമുക്ക് ഒരു ഓർമ്മയില്ലാത്ത പോലെയാണ് എന്തൊക്കെ ചെയ്തു എന്നുള്ള രീതിയിൽ. അപ്പോ അവിടെ നമ്മള് നമ്മുടെ 3 കാര്യങ്ങള് അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന കാര്യങ്ങള് പ്രയോറിറ്റി കൂടുതലുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഡിസ്റ്റർബ് ഉണ്ടല്ലോ നമ്മളെ ബ്രെയിനിലേക്കുള്ള, അത് കുറയുന്നു. നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 3 കാര്യം നമ്മൾ നോട്ട് ചെയ്യുക, അത് ഇന്ന ടൈമിൽ ചെയ്യാന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ടാവുക, നമ്മൾ അത് ചെയ്യുക. ഒരു കാര്യം ശരിക്കും ഫിനിഷ് ആയിട്ട് നെക്സ്റ്റിലേക്ക് കടക്കുക എന്നുള്ളത്. ഓക്കെ ആയോ? ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. രാവിലെ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞില്ലേ, അത് എനിക്ക് എഫക്റ്റ് ആയ ഒരു കാര്യമാണ് ട്ടോ. എന്താ പറയാ, ഈ കുറച്ച് ചൂടുവെള്ളത്തില് ഈ ആപ്പിൾ സിഡാർ വിനെഗർ ലേശം ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ ഈ അസിഡിറ്റി പോലത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ആ വെള്ളത്തിൽ ഒരു ലേശം വളരെ കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ എന്താ പറയാ ഫാറ്റ് ലോസിനും ഒക്കെ നല്ലതാണത്. അപ്പൊ അതെ അല്ല, അങ്ങനെ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞാണ്. ഞാൻ ചെയ്യാറുണ്ട് അത്. രാവിലെ ഏർലി മോർണിംഗിൽ ഒരു ഹാബിറ്റാണ്. നല്ലതാണ് അത്, വെയിറ്റ് ലോസിനും. പിന്നെ നമ്മുടെ അസിഡിറ്റി പോലത്തെ അസുഖങ്ങളെയും പ്രായമായി വരുമ്പോൾ എല്ലാവർക്കും അസിഡിറ്റിയുടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. അപ്പൊ അതൊരു ചെറിയ ഹാബിറ്റായിട്ട് തുടങ്ങുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഏതായാലും വെള്ളം കുടിക്കാണല്ലോ, അപ്പൊ അതിലൊരു ലാഷ് ഇട്ടിട്ട് കുടിച്ചാൽ മതി. താങ്ക് യു സോ മച്ച്. മാം എന്താണ് വെള്ളത്തില് ഒഴിക്കാൻ ഒഴിക്കുക എന്നിട്ട് പറഞ്ഞത് ഒന്ന് വ്യക്താക്കോ? ആപ്പിൾ സിഡാർ വിനെഗർ ഇല്ലേ, ആപ്പിൾ സിഡാർ വിനെഗർ. അത് ആക്ച്വലി നമ്മൾ ആപ്പിൾ സിഡാർ യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ അതായത് ടീത്തിനെ എഫക്റ്റ് ചെയ്യും. മീൻസ് ടീത്ത് പൊടിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, അത് വളരെ കുറച്ചല്ലേ നമ്മൾ ഒഴിക്കുന്നത്. അത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു 1/2 സ്പൂണ് മാത്രം ഒഴിക്കണുള്ളൂ. സ്ട്രോ യൂസ് ചെയ്തിട്ട് കുടിക്കണം. അല്ല, നമ്മള് വെറും വയറ്റില് നമ്മൾ വെള്ളം കുടിക്കുമ്പോ തന്നെ നമുക്ക് അസിഡിറ്റി പോവാൻ സാധ്യത കൂടുതലാ. ഞാനൊക്കെ അസിഡിറ്റിന്റെ ഉസ്താദാ. പക്ഷെ ഇത് ചെയ്തതിന് ശേഷം അങ്ങനെ
ഇച്ചിരി വന്നു കഴിഞ്ഞാലോ പെട്ടെന്ന് മാറിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോ അല്ല നമുക്ക് എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്യാലോ. അതുകൊണ്ട് ചോദിച്ചതാട്ടോ. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. ആപ്പിൾ വിനെഗർ ഡെയിലി യൂസ് ചെയ്യണോണ്ട് കുഴപ്പമില്ല അല്ലേ? മാം അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനൊരു വെയിറ്റ് ലോസിന്റെ പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമുക്ക് അവർ ഒരു പ്രിക്കോഷൻ പോലെ പറഞ്ഞിട്ടുണ്ട്. മീൻസ് നമ്മുടെ ടീത്തിനെ അത് എഫക്ട് ചെയ്യും. ഞാനത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് സഡൻലി എൻ്റെ ഒരു ടീത്ത് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണോ, കാരണം അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ സ്ട്രോ യൂസ് ചെയ്യണം, ഒരിക്കലും നമ്മളെ ടീത്തിൽ ടച്ച് ചെയ്യാൻ പാടില്ല. മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാവുമല്ലോ. മൈൽഡ് ആയിട്ടുള്ളൊരു ചെറിയൊരു ഇഷ്യൂ. ചില കാര്യങ്ങള് ചിലർക്ക് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും, ചിലർക്ക് കുഴപ്പമുണ്ടാവില്ല. ഇപ്പൊ ചിലപ്പോൾ മെഡിസിൻ ഒക്കെ എടുക്കുന്ന സമയത്ത് അങ്ങനെ ആയിരിക്കുമല്ലോ, അതായിരിക്കും. ഇനിയിപ്പോ അതിന് അളവുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുക. ഇതിനെ കുറിച്ച് കൂടുതൽ അറിയുന്നവരോട് ചോദിച്ചിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോ നമുക്ക് കുഴപ്പമുണ്ടാവില്ലായിരിക്കും. ചിലർക്ക് അതെ. അലർജിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഒക്കെ പെട്ടെന്ന് വരുന്നവരുണ്ടാവാം. ചിലർക്ക് പറ്റില്ല കേട്ടാ, അതൊന്നും ശ്രദ്ധിച്ചത് ചെയ്താൽ മതി. ചിലർക്ക് വയറിനത് പറ്റില്ല, അസിഡിറ്റി ബുദ്ധിമുട്ടായിട്ട് തോന്നും ആദ്യമായിട്ട് ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ ഞാൻ ഒരു എന്താ പറയാ, ഒരു 20s 30s ആൾക്കാർക്ക് ഒരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കറിയില്ല എങ്ങനെയാന്ന്. ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഹാബിറ്റിനെ കുറിച്ച് പറയാനുണ്ടോ? മാഡം പറഞ്ഞ ബുക്കിന്റെ പേര്, ഓഥറുടെ പേര് ഒന്ന് ടൈപ്പ് ചെയ്ത് ഗ്രൂപ്പിൽ ഇടാൻ പറ്റും? ചെയ്യാം. ഓക്കെ, താങ്ക് യു. പിന്നെ ഇപ്പൊ ഇതില് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഈ ഒരു മൈക്രോ ഹാബിറ്റ്സ് തന്നെയാണ്. നമ്മൾ ഡെയിലി കണ്ടുവരുന്ന കുറെ ശീലങ്ങളൊക്കെയാണ്. ചിലപ്പോ നമ്മളത് വലിയ കാര്യത്തിൽ എടുക്കാത്തതോ അല്ലെങ്കിൽ ഒരു ശീലമാക്കി മാറ്റാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോ ഇതൊക്കെ ഒരു മൈക്രോ ഹാബിറ്റിൽ വരുന്നതാണ് എന്നുള്ളതാണ്. അപ്പൊ കഴിഞ്ഞല്ലോ അല്ലെ? നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാലോ. അപ്പോ 6 മണി കഴിഞ്ഞല്ലോ. അപ്പോ എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സോ മച്ച് മാം. സൂപ്പർ ആയിരുന്നു. നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങള് നമുക്ക് വലുതിലേക്ക് എത്തണ വലിയൊരു കാര്യമായി. നമ്മൾ മൈൻഡ് ചെയ്ത പോകുന്ന ഒരു കാര്യമാണല്ലോ ഇതൊക്കെ പറയുമ്പോ. ചിലർക്ക് ഇത് പറയുമ്പോ ചിരിയൊക്കെ വരും, ബെഡൊക്കെ വിരിക്കാന്ന് പറയുമ്പോഴേ. പക്ഷെ അത് നമ്മളെ ബ്രെയിനിനും മൈൻഡിനൊക്കെ എത്ര നന്നായിട്ടൊരു ഉന്മേഷം തരുന്നു എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. പക്ഷെ ഒരു ദിവസം ബെഡ് വിരിച്ചാൽ രണ്ടാമത്തെ ദിവസം വിരിക്കാതിരിക്കരുത് കേട്ടോ. അപ്പൊ പിന്നെ അതിന്റെ ഇതെല്ലാം പോകും. ഓക്കെ, താങ്ക് യു. വേണം ചെയ്യാനായിട്ട് ദിവസത്തിന്. അപ്പോഴാണ് നമ്മുടെ ഹാബിറ്റ് ആയി മാറാന്ന് പറയുമ്പോൾ അത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ, അത് നമ്മൾ ഒരു ശീലം ചെയ്യുമ്പോൾ അത് ഉണ്ടാവണം. കൂടെ പുതിയത് ചെയ്യുമ്പോ ഇത് വിടാൻ പാടില്ല. അതെ, ഒരു ശീലം എന്ന് പറഞ്ഞപ്പോ നമ്മൾ ചെയ്യുമ്പോൾ കേട്ടിട്ടുണ്ട്, ഒരു 21 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ശീലമായിട്ട് വരിക എന്നുള്ളതാണ്. അപ്പം അതിന്റെ ഇടയ്ക്ക് നമ്മൾ വിട്ടുപോയാൽ വീണ്ടും നമ്മൾ ഒന്നിന്ന് തുടങ്ങേണ്ടി വരും. അപ്പൊ ശരിക്കും ചെയ്തു തുടങ്ങും, പിന്നെ ഓട്ടോമാറ്റിക്കലി അത് നമ്മളുടെ ഒരു എന്താ ഒരു അംഗത്തെ പോലെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി നമുക്കത് നമ്മള് വിചാരിക്കാതെ തന്നെ അതായി വരും എന്നുള്ളത്. അപ്പൊ ഞാനൊക്കെ കുറെ ഹാബിറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. അപ്പൊ ചെയ്യുമ്പോൾ ഇടയ്ക്ക് സ്റ്റോപ്പ് ആകുമ്പോൾ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയാം. ഈ നമ്മളെ മോർണിംഗ് റുട്ടീനൊക്കെ തെറ്റുമ്പോഴുള്ള ഒരു പ്രശ്നം, ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇതൊക്കെ മാറ്റി വെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ.
അങ്ങനെയാവുമ്പോ അപ്പൊ അത് വീണ്ടും എടുക്കുമ്പോൾ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വരും എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു മാം. നമ്മളുടെ ഒരു ശീലത്തിന് നമ്മളൊരു ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ എളുപ്പാക്കുന്നുണ്ട് അല്ലെ? അതെ 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 അതെ. എന്നുള്ളത് പിന്നെ അപ്പൊ തന്നെ അപ്പൊ ശരിക്കും നമുക്ക് കാര്യങ്ങളാണ്. അതെ, നമ്മൾ പിന്നെ എന്തോ ചെയ്യാൻ വിട്ടോ അങ്ങനെ തോന്നും. പക്ഷെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും, എങ്കിലും നമുക്ക് സമയം ബാക്കി പോലെ അങ്ങനെയൊക്കെ വരാറുണ്ട്. നമ്മളത് ശീലത്തിലേക്ക് വരുമ്പോഴേ അങ്ങനെ നമ്മൾ ചെയ്ത് വെക്കുമ്പോ ഇപ്പൊ ഞാൻ അംഗൻവാടിയിൽ നിന്നൊക്കെ നമ്മൾ രജിസ്റ്റർ ഒക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വൈകിട്ട് ഒരു 3:30-ക്ക് ശേഷം അവിടെ ഇരിക്കും. എന്നിട്ട് നമ്മൾ ഓരോന്നോരോന്ന് ഇങ്ങനെ ചെയ്ത് തീർക്കുമ്പോൾ ഭയങ്കര മനസ്സിനൊരു സന്തോഷമാണ്. പിറ്റേന്ന് വരുമ്പോൾ നമ്മൾ രാവിലെ വരുമ്പം ഞാൻ ചെയ്യാത്തത് എന്തുകൊണ്ട് വീണ്ടും രജിസ്റ്റർ എടുത്ത് നോക്കും, നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നീട് അതിങ്ങനെ നമ്മളിലേക്ക് ശീലങ്ങളായിട്ട് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട്, കാരണം നമുക്ക് ഒരു ദിവസം രജിസ്റ്റർ ഒന്നും നേരിക്ക് നോക്കാൻ പറ്റില്ല. കാരണം ഈ കുട്ടികളുടെ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പം ഫുഡൊക്കെ ഭയങ്കരമായിട്ട് ഓരോ സമയത്തിനും നല്ല നല്ല ഫുഡുകളാണ്. അപ്പൊ ആ ഫുഡൊക്കെ ആദ്യത്തെ പോലെ 1-2 ഫുഡൊന്നല്ല, ഓരോ ദിവസം ഓരോ മെനു അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കൂടെയുള്ള ആളെ സഹായിക്കേണ്ടി വരും. അതിൻ്റെ ഇടയിൽ മക്കളെ നോക്കേണ്ടി വരും. അതിനകത്ത് അവരെ തീം ചെയ്ത് കൊടുക്കേണ്ടി വരും, പ്രാക്ടീസ് ചെയ്യിക്കണം. അവർ കൊണ്ട് ടീച്ചിങ് എയ്ഡ്സ് കൊണ്ട് നമ്മൾ പലതും ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ അവർ രാവിലെ ചെയ്യാത്ത കുറെ കാര്യങ്ങൾ, കക്കൂസി പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ വൈകിട്ട് അതിരുന്ന് നമ്മൾ ഇതായി ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്ത് ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ നമ്മളെ സമയമൊക്കെ പോയത് പോലും നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ നല്ലൊരു കാര്യമാണ്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു.